വെള്ളം കിട്ടാനായി പാകിസ്ഥാൻ്റെ പുതിയ ഉടായ്പ്. കുറേ നാൾ കൊണ്ട് ഇന്ത്യയുടെ കാല് പിടിക്കുന്നു, ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നു, ഇന്ത്യയോട് മത്സരിക്കാൻ ഇറങ്ങുന്നു, ഇന്ത്യയെ കയറി അടിക്കുമെന്ന് പറയുന്നു വെള്ളം തന്നില്ലെങ്കിൽ. പക്ഷെ ഇന്ത്യ ഒരു തരത്തിലും വെള്ളം കൊടുക്കില്ല. വെള്ളം തരാം, ഭീകരവാദത്തെ ആദ്യം പുറത്താക്കൂ, അത് വെറുതെ പുറത്താക്കിയാൽ പോലും ഞങ്ങൾക്ക് ബോധ്യപ്പെടണം, എങ്കിൽ മാത്രമേ ഒരു തുള്ളി വെള്ളം നിങ്ങളുടെയൊക്കെ ആവശ്യത്തിന് ഞങ്ങൾ തരൂ, ഇല്ലെങ്കിൽ ആ വെള്ളം എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പോൾ എന്താ പുതിയ അടവുമായി എത്തിയിരിക്കുന്നത്? അതായത് ഈ സിന്ധു നദീജല കരാർ 1960 എഴുതപ്പെട്ട ഒരു കരാറാണ്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ സിന്ധു നദീതടത്തിലെ സിന്ധു നദിയും പോഷക നദികളുമടക്കം 6 നദികളിലെ വെള്ളം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറാണ് ഈ സിന്ധു നദീജല കരാർ. അത് ലോക ബാങ്ക് അംഗീകാരമുള്ളതാണ്. UN-ൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ നിയന്ത്രണത്തിൽ കീഴിലുള്ള കരാർ, 2 രാജ്യങ്ങൾ തമ്മിലുള്ള കരാറായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് സംബന്ധിച്ച് തർക്കം ഉണ്ടെങ്കിൽ അത് ആർബിട്രേഷൻ കോടതി വഴിയാണ് പരിഹരിക്കേണ്ടത്. അതായത് UN-ൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ നിയന്ത്രണത്തിലുള്ള ആർബിട്രേഷൻ കോടതി, അതായത് തർക്ക പരിഹാര കോടതി, അതിന് മലയാളം അതാണ്. പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീർക്കുക. പക്ഷേ ഇന്ത്യ ഈ ആർബിട്രേഷൻ കോടതിയെ അംഗീകരിച്ചിട്ടില്ല. 1960 എഴുതപ്പെട്ട ഈ സിന്ധു നദീജല കരാർ സംബന്ധിച്ച് ഒരു ആർബിട്രേഷൻ കോടതി രൂപീകരിച്ചത് തന്നെ 2011-ലാണ്. അപ്പോൾ 2011 പാകിസ്ഥാൻ ഈ ആർബിട്രേഷൻ കോടതിയെ സമീപിക്കുകയും ഇന്ത്യക്കെതിരെ പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഇന്ത്യയുടെ ജലവിഭവ വകുപ്പ് സെക്രട്ടറി എതിർകക്ഷിയും മറ്റ് ഉദ്യോഗസ്ഥരെ അടക്കം എതിർകക്ഷികളുമായിട്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായും ഈ കേസ് എടുത്തിരിക്കുന്ന 2 കാര്യങ്ങളിലാണ്. അത് ഒന്ന്, ഈ ജലം നദിയിലെ വെള്ളം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കിഷൻ ഗംഗ എന്ന് പറയുന്ന ഒരു ജലവൈദ്യുത പദ്ധതിയുണ്ട്. അതേപോലെ തന്നെ ചെനാബ് നദിയുമായി ബന്ധപ്പെട്ട് റാറ്റിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ, റാറ്റിൽ എന്ന് പറയുന്ന പേരിൽ ഒരു ജലവൈദ്യുത പദ്ധതിയുമുണ്ട്. അപ്പോൾ ഈ 2 ജലവൈദ്യുത പദ്ധതികളും സ്ഥാപിക്കുന്നതോടുകൂടി ഈ 2 നദികളിലെയും അടിവാരത്തേക്കുള്ള ഒഴുക്ക് നിയന്ത്രിക്കപ്പെടും. അതുമാത്രമല്ല, ഈ വെള്ളം വഴിതിരിച്ചു വിടുകയാണ് എന്ന് പാകിസ്ഥാൻ ആക്ഷേപം ഉന്നയിച്ചു. അങ്ങനെ ഈ പരാതിയുമായിട്ട് ഈ പറയുന്ന ആർബിട്രേഷൻ കോടതിയെ സമീപിച്ചു. അപ്പോൾ ഇന്ത്യ ഈ ആർബിട്രേഷൻ കോടതിയുടെ ഈ നടപടികളുമായിട്ട് ഇതുവരെ സഹകരിച്ചിട്ടില്ല. കാര്യം ഇന്ത്യക്ക് ഇവിടുത്തെ വെള്ളം അത് ഏത് രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളത് ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെ വിഷയമാണ്. അതുകൊണ്ട് ഈ ആർബിട്രേഷൻ കോടതിയുടെ വിധികളുമായിട്ട് അല്ലെങ്കിൽ ആ നിയമ നടപടികളുമായിട്ട് സഹകരിക്കേണ്ട എന്നൊരു തീരുമാനമാണ് ഇന്ത്യക്കുള്ളത്. ഇപ്പോൾ ഈ ആർബിട്രേഷൻ കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ഈ സിന്ധു നദീജല കരാർ സംബന്ധിച്ച് ഉള്ള കരാറിൽ നിന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇന്ത്യ പിൻവാങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന ആർബിട്രേഷൻ കോടതിയുടെ പരിധിയിൽ വരുന്നതാണെന്നും ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇന്ത്യക്കും ബാധകമാണ് എന്നാണ് ആർബിട്രേഷൻ കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു നീക്കം പാകിസ്ഥാൻ നടത്തിയത് അത് കൊണ്ട് കൈ വെച്ചാൽ മതി എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട്. അതായത് ഇത് മറ്റൊരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് ഇന്ത്യ വിലയിരുത്തുന്നത്. അതായത് ഈ പറയുന്ന സിന്ധു നദീജല കരാർ പ്രകാരം അത് ഇപ്പോൾ റദ്ദാക്കിയപ്പെട്ട ഒരവസരത്തിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളം കിട്ടാനായിട്ട് പാകിസ്ഥാൻ പല വഴികളും നോക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു വഴിയായിട്ടാണ് ഈ ആർബിട്രേഷൻ കോടതിയുടെ സമീപിച്ച ഈ നിലപാടിനെ ഇന്ത്യ കാണുന്നത്. അതുമാത്രമല്ല, ഈ പറയുന്ന നമ്മൾ എന്തുകൊണ്ട് ഈ പറയുന്ന സിന്ധു നദീജല കരാറിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന കരാർ എഴുതപ്പെട്ടത് പൂർണ്ണ സഹകരണത്തോടും വിശ്വാസത്തോടും സൗഹൃദത്തോടും മുൻനിർത്തി ഉണ്ടാക്കിയ കരാറാണ്. എന്നാൽ പാകിസ്ഥാൻ ആ കരാറിൻ്റെ വ്യവസ്ഥകൾ പാലിച്ചില്ല, അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള രാജ്യവുമായിട്ട് ഒരു വിശ്വാസത്തിലെടുക്കാൻ ഇന്ത്യ തയ്യാറല്ല. അതുകൊണ്ട് ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നു. ഒരിക്കലും നമ്മൾ ആ കരാർ റദ്ദാക്കിയിട്ടില്ല, പിൻവാങ്ങി വെച്ചിട്ടേ ഉള്ളൂ, ഫ്രീസ് ചെയ്യുക, മരവിപ്പിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പം നിലവിലെ അന്താരാഷ്ട്ര നിയമം പ്രകാരം ഏകപക്ഷീയമായ ഒരു കരാറിൽ നിന്ന് ഒരു രാജ്യത്തിനും പിൻവാങ്ങാൻ സാധിക്കില്ല. അങ്ങനെ പിൻവാങ്ങിയാൽ തന്നെ അത് പുനഃസ്ഥാപിക്കപ്പെടും ചർച്ചകളിലൂടെ. അതാണ് നിലവിലെ നിയമം. എന്നാൽ നമ്മളിപ്പോൾ അത് മരവിപ്പിച്ചിട്ടേ ഉള്ളൂ, തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു. ഇന്ത്യ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻ പാകിസ്ഥാൻ പാലിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ കരാർ പുനഃസ്ഥാപിക്കും. എന്താണ് കണ്ടീഷൻ? ഈ പറയുന്ന ഭീകരവാദത്തിനെതിരെ കൃത്യമായ നടപടിയെടുക്കണം. പാകിസ്ഥാനിലുള്ള ഭീകര കേന്ദ്രങ്ങൾ തുടച്ചു നീക്കപ്പെടണം. ഇന്ത്യ ആവശ്യപ്പെട്ട ഭീകരവാദികളെ ഇന്ത്യക്ക് കൈമാറണം. ഇതിൽ പാകിസ്ഥാൻ നിലപാടെടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന വെള്ളം പാകിസ്ഥാന് കൊടുക്കുള്ളൂ. അതല്ലെങ്കിൽ ഇന്ത്യ ഈ പറയുന്ന സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കുള്ളൂ എന്നാണ് ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ ഇതിനെതിരെ പാകിസ്ഥാൻ പല വേദികളിൽ ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുകയും പ്രചരണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം അതേ വേദികളിൽ തന്നെ ഇന്ത്യ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു വെർഷനാണ് ഈ പറയുന്ന ആർബിട്രേഷൻ കോടതിയുമായിട്ടുള്ള പാകിസ്ഥാൻ്റെ പോക്ക്. അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്,
പാകിസ്ഥാൻ എന്ന് പറയുന്നത് ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രമാണ്, എപ്പിക് സെൻ്ററാണ്. നമ്മൾ ഈ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ എവിടെ നിന്നാണത് പൊട്ടിപ്പുറപ്പെട്ടത്? ഇപ്പോൾ കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത് ചൈനയിൽ നിന്ന്. അപ്പോൾ ചൈനയാണ് അതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് പോലെ ലോകത്തെമ്പാടുമുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നും പാകിസ്ഥാൻ ഒളിച്ചോടാനായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതായത് ഇന്ത്യക്കെതിരെ വ്യാജ പ്രചാരണം നടത്തി മറ്റ് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഇന്ത്യക്കെതിരെ നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങളായിട്ടാണ് വിദേശകാര്യ മന്ത്രാലയം ഈ പാകിസ്ഥാൻ്റെ ഈ നിലപാടിനെ വിശദീകരിക്കുന്നത്. നേരത്തെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതായത് ബ്ലഡ് ആൻഡ് വാട്ടർ, രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല, ട്രേഡ് ആൻഡ് ടെററിസം ഒരുമിച്ചുണ്ടാകില്ല, വ്യാപാരവും ഭീകരവാദവും ഒരുമിച്ചുണ്ടാകില്ല എന്ന പ്രഖ്യാപിത നിലപാടുണ്ട് ഇന്ത്യക്ക്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഈ കാര്യത്തിൽ ഉണ്ടാകില്ല. അതായത് പാകിസ്ഥാൻ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കണം. ഈ കാര്യത്തിൽ അതായത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ഏതൊക്കെ നടപടികൾ എടുത്തു എന്നുള്ളത് വ്യക്തമാക്കണം എന്നുള്ള കർശന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ. നേരത്തെ തന്നെ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ UN അവരുടെ പാകിസ്ഥാൻ അംബാസഡർ ഈ കാര്യം ഉന്നയിച്ചു. ആ വേദിയിൽ നമ്മൾ അതിന് മറുപടി കൊടുത്തു. അവിടെയും നമ്മൾ ഈ നിലപാട് തന്നെയാണ് എടുത്തത്. പാകിസ്ഥാൻ ഇന്ത്യയോട് സൗഹൃദ സമീപനമല്ല സ്വീകരിക്കുന്നത്, ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുകയും ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനങ്ങളെ നടത്താൻ വേണ്ടി ആളുകളെ പറഞ്ഞു വിടുകയും ചെയ്യുന്നൊരു നിലപാടെടുക്കുന്നു. അതേസമയം തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എടുത്ത നിലപാടാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായത്. അതായത് ചർച്ചകൾക്ക് സന്നദ്ധമാകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അതായത് ഈ പറയുന്ന സിന്ധു നദീജല കരാറിനെക്കുറിച്ചും വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചും ഭീകരവാദത്തെക്കുറിച്ചും കാശ്മീരിനെക്കുറിച്ച് പോലും ചർച്ച ചെയ്യണമെന്നാണ് ഷഹബാസ് ഷെരീഫിൻ്റെ നിലപാട്. എന്നാൽ പാകിസ്ഥാൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവായ ബിലാവൽ ഭൂട്ടോ പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാന് വെള്ളം കൊടുത്തില്ലെങ്കിൽ വീണ്ടും യുദ്ധത്തിനൊരുങ്ങും എന്ന തരത്തിൽ ഭീഷണിയുടെ സ്വരമാണ് അദ്ദേഹം മുഴക്കിയത്. പക്ഷേ അവിടെയും നമ്മൾ കർശനമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ പാകിസ്ഥാൻ ഇനിയും പ്രകോപനത്തിന് തയ്യാറായാൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ഒരടഞ്ഞ അധ്യായമല്ല, അതിൻ്റെ രണ്ടാം ഭാഗം ഉണ്ടാകും എന്നുള്ളൊരു കർശന നിലപാട് ഇന്ത്യക്കുണ്ട്. ഒരിക്കലും ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കെതിരെ ഒരു ഭീകരവാദ പ്രവർത്തനം നടത്തിയാൽ അത് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമായിട്ട് കണക്കാക്കും, അതിനെ സൈനികമായി തന്നെ നേരിടും, സൈനികമായി തന്നെ മറുപടി നൽകുമെന്നുള്ള നിലപാട് ഇന്ത്യ എടുത്തിട്ടുണ്ട്. അത് ഈ പറയുന്ന സിന്ധു നദീജല കരാർ നമ്മളൊരു ഒരു നയതന്ത്ര ഇടപെടലാണ് ഈ കാര്യത്തിൽ നടത്തിയത്, ഒരു നയതന്ത്ര യുദ്ധമാണ് ഈ കാര്യത്തിൽ നടത്തിയത്. അതിന് ആ രീതിയിൽ പരിഹാരം കാണാൻ പാകിസ്ഥാൻ ശ്രമിച്ചില്ല. ഇന്ത്യയെ വിശ്വാസത്തിലെടുക്കാൻ പാകിസ്ഥാൻ നടപടികൾ കൈക്കൊണ്ടില്ല. അതിന് പാകിസ്ഥാൻ വലിയ വില കൊടുക്കേണ്ടി വരും. നേരത്തെ തന്നെ നമ്മുടെ അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്, പാകിസ്ഥാൻ്റെ പ്രദേശങ്ങൾ, ഭൂപ്രകൃതി അല്ലെങ്കിൽ കൃഷി സമ്പത്തെല്ലാം കരിഞ്ഞുണങ്ങിയാൽ പോലും ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ പാകിസ്ഥാന് കൊടുക്കാൻ പോകുന്നില്ല. നമ്മൾ ഈ പറയുന്ന സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് നമ്മുടെ വെള്ളം, നമ്മുടെ പ്രകൃതി വിഭവം നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു, നമ്മുടെ ജനസംഖ്യ വർദ്ധിച്ചു, നമ്മുടെ ഊർജ ആവശ്യങ്ങൾ വർദ്ധിച്ചു, ജലവൈദ്യുത പദ്ധതികൾ ഇനി വേണം. അതുകൊണ്ട് ഈ വെള്ളം നമുക്ക് വേണം. ഈ പറയുന്ന കനാൽ ശൃംഖലകൾ സൃഷ്ടിച്ച് ഈ പറയുന്ന സിന്ധു നദിയിലെ വെള്ളം ഇന്ത്യയിലേക്ക് തന്നെ, പ്രത്യേകിച്ച് രാജസ്ഥാനിലോട്ട് എത്തിക്കാനായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നത്. അങ്ങനെ വിശാലമായൊരു കാഴ്ചപ്പാട് ഇന്ത്യക്കുണ്ട്. ആ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ. അതുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ വെറുതെ വ്യഥാവ്യായാമങ്ങൾ ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഓരോ സമ്മർദ്ദ തന്ത്രങ്ങളുമായിട്ട് വരുന്നു. ഇപ്പോൾ ഈ പറയുന്ന ആർബിട്രേഷൻ കോടതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നീക്കവും പാകിസ്ഥാൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമാണ്. ആ നീക്കത്തെ ഇന്ത്യ ഇപ്പോൾ തന്നെ തള്ളിക്കളയുകയാണ്.